ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു പ്രത്യേകതയുള്ള ദിവസം ഉണ്ടാവും. അതായത് ഇന്ന് ഞാൻ മുകളിൽ ചെന്നിട്ട് പറയാം. മുകളിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിത്ത് മുട്ടക്കറി എല്ലാവരും കുഴപ്പമില്ലേടി. അപ്പം മുട്ടക്കറി സ്പെഷ്യലായിട്ട് ലീ ചേച്ചി കുക്ക് ചെയ്ത അപ്പം മുട്ടക്കറി. അല്ലേണ്ടൊന്നും പറയാനില്ലേട്ടാ. അമ്മേ കൊച്ചു ചായ കുടിച്ചോണ്ടിരിക്കുക. ഞങ്ങളുടെ പാളംപറമ്പിലുള്ള എടശ്ശേരി ഹോട്ടലിലെ അപ്പം മുട്ടക്കറിയാണ് കേട്ടോ. അപ്പൊ ചെറിയൊരു അന്ധകാരം ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം, സ്വാഭാവികമാണ്. നേരിട്ട് പേപ്പറിൽ പുതിയതുണ്ടോ? ഈ വെള്ള പേപ്പർ കൊണ്ട് പൊതിഞ്ഞു വെച്ചോളൂ. അല്ല അത് വെച്ച് പോയി ഞങ്ങള് കറിയും പഞ്ചസാരയും ഒക്കെ കൂട്ടി കഴിക്കുന്നുണ്ട്. കറി ഒരു സൈഡില് പഞ്ചസാര സൈഡ്, പക്ഷെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം കൂടി കഴിക്കാം. വേണോ? വേണ്ട. ഗ്രീസിനാണോ പഞ്ചസാരാണോ? നീ കഴിക്കുമ്പോ കഴിച്ചോളൂ. അപ്പൊ ഇന്ന് മോൻ വരുന്ന സന്തോഷത്തിൽ എന്താണ് മോൻ വരട്ടെ. അതിന് മുമ്പ് ഞാൻ എന്താ പറയുന്നത്, എക്സൈറ്റ്മെന്റ് എന്താണ്? നല്ല എക്സൈറ്റ്മെന്റ് ആണ്. മോൻ വരുന്നത് കാത്ത് കാത്ത് മണിക്കൂറുകൾ എണ്ണി എണ്ണി. സത്യം പറഞ്ഞ ഇന്നലെ ഉറങ്ങാൻ പോയത്, ഞാൻ ഉറങ്ങാൻ പോയത് 1:35 ഞങ്ങൾ 2 മണിക്ക്. ഓക്കെ, അതെനിക്കറിയില്ല. ഓക്കെ, എല്ലാവരും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് 12:45. അല്ല, എല്ലാവരും പോയത് 1 o'clock. ഞാൻ 1:35 പോയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കൊന്നും വന്നില്ല. എന്താന്നറിയില്ല. വരില്ലോ ദൈവമേ. അങ്ങനെയല്ല, എന്റെ എവിടെ എത്തിയാവോ എന്താവോ ഏതാവോ ഒന്നും കാണാനുള്ള ആകാംക്ഷ കൊണ്ടും ആഗ്രഹം അയച്ചോണ്ടിരിക്കണ്ടായിരുന്നു. അത് കിടക്കണേന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മറന്നുപോയിടാ. 5:15 അലാം വെച്ചിട്ടുണ്ടായിരുന്നു. 5:15 അലാം അടിച്ചു. അത് ഞാൻ ആഗ്രഹിക്കാത്ത കാര്യമായിരുന്നു. അലാം അടിച്ചു. ഞാൻ നിങ്ങൾ കുർബാനയ്ക്ക് പോകുമ്പോ ഞാനും കൊച്ചു എഴുന്നേറ്റിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അതുകൊണ്ട് എന്റെ ഓഫാക്കി. ഞാൻ മൊബൈൽ ഓഫാക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അടുത്ത ഉറക്കത്തിന് കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവന്റെ ഫോൺ, അവൻ ബാംഗ്ലൂർ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു വീഡിയോ കോളിൽ. ഞാൻ എന്ത് പറ്റിയേ? ഭയങ്കര ചൂട് മമ്മി, ഇവിടെ ഭയങ്കര ചൂടുന്നു. അപ്പൊ ഇവിടെ ഒരു മിനി എന്താവും? എന്തായാലും ജസ്റ്റ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അതായത് മോനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ശരിക്കും. എവിടെ ചേട്ടൻ മനോലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒന്ന് ഷെയർ ചെയ്യൂ ഞങ്ങളുടെ പ്രേക്ഷകരുമായി. എന്താണ് അഞ്ജലിക്ക് പറയാനുള്ളത്? അഞ്ജലി, നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാനും കാത്തിരിക്കുകയാണ്, വെയിറ്റിംഗ് ആണ്. ചേട്ടൻ എന്നിട്ട് എത്തിയാ മതി. ഓ, ആ ചേട്ടൻ ആ ട്രോളിയും തള്ളിയ വരണ സീൻ ആലോചിക്കുക മനസ്സിൽ. എടി, എനിക്ക് താൽക്കാലികമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങൾ പോകേണ്ട കാര്യമില്ലേ ഉള്ളൂ. കൂടുതൽ ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വന്നിരുന്നതാണ്. അപ്പൊ മീൻസ് നിങ്ങളിപ്പോ 3 പേര് പോകുന്നുണ്ടെങ്കിൽ എല്ലാം അപ്പോൾ വണ്ടിയിൽ കയറും. പിന്നെ ഞാൻ വെറുതെ എനിക്ക് ഇവിടെ പണികൾ ക്ലിയർ ചെയ്യാമല്ലോ. എനിക്കിവിടെ ഇച്ചിരി ചെടി നടലും അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അതൊന്ന് തീർക്കണം. വെരി ഗുഡ് ആണല്ലേ? താങ്ക് യു. എല്ലാവരും വേണമെങ്കിൽ വായിച്ചു. അതൊക്കെ ആൾക്കാർ കാണും. അപ്പനോട് ചോദിക്കട്ടെ. അപ്പാ, എന്താണ് പറയാനുള്ളത്? ലേറ്റ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. പോയിട്ട് വരട്ടെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. എന്നാലും ആദ്യമായിട്ട് മോൻ നമ്മളെല്ലാ ദിവസം കണ്ടോണ്ടിരിക്കുന്നല്ലേ വീഡിയോയില്. അത് എന്നാലും ആ ഒരു ഈ ഫ്ലൈറ്റിലേക്ക് വന്ന് ഇറങ്ങി ആവുകടത്തേക്ക് പോരുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ എല്ലാ ദിവസം 6 മണിയാകുമ്പോ അല്ലാണ്ട് എനിക്കുന്നുണ്ടോ? നേരത്തെ എനിക്ക് ന്യൂസ് കണ്ടെന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ ഉണ്ട്. ന്യൂസ് കണ്ടോ? ഡെയിലി കണ്ടോ? ഡെയിലി കണ്ട് എപ്പോൾ നോക്കിയാലും 5 മിനിറ്റിലും തുറക്കും, നോക്കും പുതിയത് അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ. കാലങ്ങളായിട്ട് ഞാൻ കാണുന്നതാണ്. കുഴപ്പമില്ലടി, പാവോ ന്യൂസല്ല വായിക്കണേ. അപ്പം എന്തായാലും ഇവര് കൊണ്ടുവരാൻ പോകണ്ടാണ്. ആൽവിനെ കൊണ്ടുവരാനായിട്ട് പോവാണ്. ആൽവിന് ഇന്ന് അയർലൻഡിൽ നിന്ന് ഇന്ന് വരും. ബാംഗ്ലൂർ വഴിയാണ് വരുന്നത്. അപ്പോൾ ബാംഗ്ലൂർ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചിയിൽ വന്ന് ഇറങ്ങും. എന്തായാലും അപ്പനും അമ്മയൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും കാണും. സ്വന്തം മോൻ ആദ്യമായിട്ട്
കുറേ നാൾ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ അടുത്തില്ലാണ്ട് പിന്നെ വീണ്ടും തിരിച്ചു വരുമ്പോൾ ഞാനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ദുബായിൽ പോയിട്ട് ഫസ്റ്റ് പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അപ്പച്ചനും അമ്മയ്ക്കൊക്കെ ഉണ്ടായ ഒരു സന്തോഷമുണ്ട്. എൻ്റെ അമ്മോ അന്ന് ഇതേപോലെ വീഡിയോ കോളും കാര്യങ്ങളൊന്നും ഇല്ല, ഫോണും തന്നെ ഇൻ്റർനെറ്റ് കോളെന്നും പറഞ്ഞ് കാർഡൊക്കെ കയറ്റി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒരു മുമ്പൊന്നും ഫോണെ വിളിക്കാൻ പറ്റണ്ടായില്ല. പിന്നെ പൈസയൊക്കെ ഇത്തിരി ആയി തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇൻ്റർനെറ്റ് കോൾ ചെയ്യാൻ പറ്റുന്ന ഫോണും, അല്ലെങ്കിൽ പിന്നെ വാടകയ്ക്ക് ഫോൺ വിളിക്കാൻ പറ്റും, ആൾക്കാർ ഫോണും കൊണ്ടുവരും, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും അന്നത്തെ അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നും. എന്തായാലും ആൽവിൻ ഇന്ന് എത്തുന്നു, അങ്ങനെ കുറേ നാൾക്ക് ശേഷം. ചേട്ടൻ വരാൻ സന്തോഷത്തിലേക്കാ. ഇന്നെന്തായാലും നല്ല വെയിലുള്ള ദിവസം ഉണ്ടാവും. ചേട്ടൻ രാവിലെ തന്നെ ഈ വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെയാണ് നിന്നാൽ മതിയായിരുന്നു. നല്ല അടിപൊളി ആകാശവും ഭൂമിയൊക്കെ. ഞാൻ അടിക്ക് പോട്ടെ, അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാൻ വെള്ളം കൊടുത്തേക്കാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു, വി വിൽ മീറ്റ് ലേറ്റർ. ഓക്കെ. അപ്പം ഞാനും കുഞ്ഞോനും കൂടി താഴത്തേക്ക് പോവാ, അല്ല ശിവേ? ഞങ്ങൾ ഇവിടെ ഒരു മണി പ്ലാന്റിൻ്റെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുകളിൽ ഞാൻ കൊണ്ട് ഇന്നലെ വെച്ചാണ്. അപ്പോൾ അത് അടിയിലേക്ക് ഒന്ന് തൂങ്ങി ഒന്ന് സെറ്റ് ആവണം, അല്ലേടാ? ബാ നമുക്ക് അമ്മാമ്മയുടെ അടുത്തേക്ക് പോവാം. അമ്മാമ്മോട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ പോയിട്ട്, അമ്മാമ്മ ബ്രഷ് ചെയ്ത് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ആൽവിനെ കൊണ്ടുവരാനായിട്ട് പോവാൻ പോകണം എല്ലാരും കൂടി. സ്റ്റീവൊന്നും പോണല്ലേ, ചേച്ചിയും ചേട്ടനും അഞ്ജലി. കൊച്ചു പോകണ്ടോ? എത്തിയിട്ടില്ല. അങ്ങനെ ഇപ്പൊ എത്തണ ഒരു 9:30 10 മണിയുണ്ടാവും എത്തണം. എനിക്കറിയില്ല, നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ബാംഗ്ലൂർ വെച്ചിട്ട്. അപ്പൊ എന്താണ് ആൽവിൻ വന്നതിനെ കുറിച്ച് അമ്മയ്ക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള എൻ്റെ ജീവിതത്തിലെ എൻ്റെ മക്കളറി വെച്ചതിന് ശേഷം ആദ്യമായിട്ടൊരു കുഞ്ഞിമോനെ എൻ്റെ കയ്യിലേക്ക് ദൈവം തന്നത് അവനെയാണ്. അപ്പോഴവനെ താലോലിച്ചതും വിചാരിച്ചതും കളിപ്പിച്ചതും അപ്പച്ചനും ഞാനും കൂടിയാണ്. ആ സന്തോഷങ്ങൾ എപ്പോഴും മനസ്സിലുണ്ട്. പിന്നെ അവൻ്റെ ജോലിക്കുള്ള പോയത് അവൻ നന്നായി വരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. എന്താടാ ഇവിടെ എക്സോസ്റ്റ് ഫാൻ വർക്ക് ചെയ്യണ്ട, അതാണ് ഈ സൗണ്ട് ഭയങ്കര മുഴക്കം തന്നെ കേട്ടോ. അപ്പോൾ ലീ ചേച്ചി ഉണ്ടാക്കിയ അപ്പവും മുട്ടക്കറിയും കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, പാലും കൊണ്ടുവരാം. എന്നിട്ട് വേണ്ടേ മിടോ കൊച്ചു വിളിക്കണ? ഞാനിത് ഇളക്കിയത് എന്ത് ചെയ്താലും ഇളകില്ല. മിടുവൊക്കെ ഇളക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഇളക്കി ഇതിൽ സെറ്റാവും. ചൂടുള്ള പാലൊഴിച്ച് വയ്ക്കി, തണുത്ത പാലൊഴിച്ച് വയ്ക്കി, എല്ലാം ഒഴിച്ചിട്ട് തിന്നാണ്. എന്തോരം ഇളക്കി കഴിഞ്ഞാലും അതിങ്ങനെ മുകളിൽ കട്ട കട്ടയായിട്ട് വരും. ഇതുണ്ടോ? മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഇളകിയില്ല പറയുന്നത് അതുപോലെ. ഇന്ന് മുതൽ ഒരാളും കൂടി ഇവിടെ കൂടുതലുണ്ടാവും. രണ്ടും കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അവരങ്ങനെ ഇറങ്ങാം കേട്ടോ. ഞങ്ങളുടെ ഷൂഡൻ്റെ ഷൂറാക്കാണ് ഇപ്പോൾ അഞ്ജലി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഷൂഡൻ്റെ ഷൂറാക്കുകൾക്ക് ഷൂഡനെ കോണ്ടാക്ട് ചെയ്യുക. സൂപ്പർ അല്ലേ? ഷൂഡൻ്റെ നമ്പർ ഇതാണ്. ഷൂഡൻ്റെ നമ്പർ ഇന്ന് ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. എനിക്ക് അവിടെ വീട്ടിൽ പോയിട്ട് കുറേ പണികളുണ്ടായിരുന്നു.
എന്തിനു നല്ലതാന്ന് നോക്കിയപ്പോ പുല്ല് വെട്ടൽ നടന്നില്ല. എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങള് എൻ്റെ താറാവിനെ കുറച്ച് കൊടുത്തു കേട്ടോ. ഇന്നും ചിലപ്പോൾ കുറച്ചുകൂടി കൊടുക്കും. അപ്പൊ വെയിലത്ത് കൊണ്ട് വെച്ചൂടെ? ഞങ്ങൾ ഇന്നലെ ഇതിനെ എടുത്തിട്ട്. അതുപോലെ നമ്മൾ ഇന്നലെ ചെടി നടല് കുറച്ച് തുടങ്ങിയിട്ടുണ്ടായി. അപ്പൊ ബാക്കി ഇനിയുണ്ട് കുറച്ച് നടാൻ. സ്നേഹപൂർവ്വം തന്നു വിട്ടേക്കുന്നതാണ്. എനിക്ക് തന്നു വിട്ടതാ? നിനക്കല്ല, പ്രത്യേകിച്ച് അമ്മയ്ക്കാണ്. നിനക്ക് അവിടെ വരുവാണെങ്കിലും തരാം. അവിടുത്തെ അമ്മ ഇവിടുത്തെ അമ്മയ്ക്ക് വേണ്ടി തന്നു വിട്ടതാണ്. പിന്നെ നിങ്ങൾക്കും ആയിക്കോട്ടെ. ചേച്ചിനെ കൊണ്ട് വേണ്ട പോണോ? ഒരു അല്ലടി അവിടെ ഞാൻ ചെടി വെച്ചില്ലേ ആണ്. പക്ഷെ അങ്ങനെ എടുക്കുന്നത് റോങ്ങാ. നമ്മള് ഫ്രണ്ട് എടുക്കണം എന്നാണ് പറയാ ശരിക്കും. ചേച്ചി എന്താ വരാത്തെ? ചേച്ചി പെണ്ണ വാ. ഞാൻ വിചാരിച്ചു ഞാനൊന്ന് പോവാം. കോഴിപ്പുടിക്ക് ഇറങ്ങിയ ആളെ ആ വേഷത്തിൽ തന്നെ എയർപോർട്ടിക്ക് പോവാം. ചീർപ്പൊന്നുമില്ല തലയിടാനായിട്ട്. ട്രൗസർ തന്നെ മതിയാ? ചെറുപ്പ് വാച്ച് എവിടെ? വാച്ച് എവിടെ വെച്ചേ? വാച്ച് വാച്ച് വാച്ച്. അപ്പൊ കേട്ടാ പോട്ടെ. ബൈ ബൈ. ടാറ്റാ. ട്രൗസർ കുഴപ്പമില്ലല്ലോ അല്ലേ? കോഴിക്കാട്ടൊന്നുമില്ല. പുതിയ ട്രൗസർ എന്നാലും ലൂസാന്ന് മാത്രം. ഓക്കെ ഓക്കെ ആ ശരി. അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് ഇതേ സണ്ണചേട്ടനും എയർപോർട്ടിലേക്ക് പോയിട്ടാ. അപ്പം ഞാനിനി മൊത്തത്തിൽ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം. മുറ്റടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഇന്നലെയും മുറ്റം അങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. വലിയ കാര്യമായിട്ട് എല്ലാ ദിവസവും കുറേ അങ്ങോട്ട് ഇല പൊഴിയണില്ല കേട്ടോ. എന്നാലും ഇല പൊഴിയണുണ്ട്. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇല പൊഴിച്ചിൽ കുറവാണ്. അപ്പോൾ ഇനി വേഗം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് അകവും കൂടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഇന്ന് കുക്കിങ് കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ തീർത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് പരിപാടികളൊന്നുമില്ല. പിന്നെ വന്നേക്കാൻ മുമ്പ് നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ക്ലീനിങ് ഒക്കെ നടത്തട്ടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അവൻ വരുന്നതും ഇപ്പോൾ സണ്ണയുടെ എയർപോർട്ടിൽ പോണതും അങ്ങനത്തെ വ്ളോഗായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.